അമേരിക്കൻ ഉപരോധങ്ങളെയും ഭീഷണികളെയും ഇറാൻ നേരിട്ട് വെല്ലുവിളിച്ചതോടെ ലോകമെമ്പാടും എണ്ണവില ഇപ്പോൾ കുതിച്ചുയരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $106 മുകളിലെത്തിയിരിക്കുന്നു. രണ്ടാഴ്ചക്കിടെ ആദ്യമായാണ് എണ്ണവില $100 കടക്കുന്നത് കേട്ടോ. വെള്ളിയാഴ്ച വിപണി തുറന്നപ്പോൾ മാത്രം 5% വർധനമാണ് എണ്ണവിലയിൽ ഉണ്ടായത്. പശ്ചിമേഷ്യൻ മണ്ണിൽ അമേരിക്ക നടത്തുന്ന അനാവശ്യ ഇടപെടലുകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കുമെന്നതിന്റെ കൃത്യമായ തെളിവാണ് കേട്ടോ ഈ എണ്ണവിലയുടെ വളർച്ച. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പഠിച്ച 18 അടവും ഇപ്പോൾ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും US നാവികസേനയുടെ പ്രത്യേക അനുമതി വേണമെന്നാണ് ട്രംപിന്റെ പുതിയ ഉത്തരവ്. ഒരു സമാധാന കരാർ ഉണ്ടാകുന്നത് വരെ ഈ ജലപാത തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും ട്രംപ് ഇതിനിടയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഒരു തരിമ്പും അംഗീകരിച്ചു കൊടുക്കാൻ ഇറാൻ ഇതുവരെയായും തയ്യാറായിട്ടില്ല. അഥവാ അമേരിക്കയുടെ മുന്നിൽ ഇറാൻ ഇപ്പോഴും ഒട്ടും തന്നെ മുട്ടുമടക്കുന്നില്ല. സ്വന്തം കടൽ തീരത്തെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഇറാനെയാണ് കേട്ടോ നാം കഴിഞ്ഞ ദിവസം കണ്ടത്. തങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച പനാമയുടെയും ഇസ്രായേലിന്റെയും ചരക്കു കപ്പലുകൾ ബുധനാഴ്ച ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കൊതുകുപട ഐതിഹാസികമായി പിടിച്ചെടുത്ത രംഗങ്ങൾ കണ്ട് ലോകമിപ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ അതിശക്തമായ മറ്റൊരു തന്ത്രം കൂടി ഇറാൻ ഇപ്പോൾ പയറ്റുന്നുണ്ട്. അതേ, ലോകത്തിന്റെ എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ ട്രോൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാൻ പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുന്നു. കപ്പലുകളിൽ നിന്ന് നികുതി ഈടാക്കി തുടങ്ങിയെന്നും ആദ്യഘട്ട വരുമാനം സെൻട്രൽ ബാങ്കിൽ നിക്ഷേപിച്ചു എന്നും വ്യക്തമാക്കിയത് മറ്റാരുമല്ല കേട്ടോ, ഇറാനിയൻ പാർലമെന്റിന്റെ വൈസ് സ്പീക്കർ തന്നെയാണ്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും കടുത്ത എതിർപ്പുകളെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ടാണ് ഇറാൻ ഈ ടോൾ സമ്പ്രദായം നടപ്പാക്കിയത്. തങ്ങളുടെ ജലാതിർത്തി ഉപയോഗിക്കുന്നവർ നികുതി നൽകണമെന്ന ഇറാന്റെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഈ ചുങ്കപിരിവ് നിലവിലെ സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിക്കാൻ അനിവാര്യവും അതോടൊപ്പം തന്നെ അത്യാവശ്യവുമാണ്. പ്രതിദിനം 129 കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമൂസിലൂടെ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കപ്പലുകൾ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഹോർമൂസ് പൂർണ്ണമായും സ്തംഭിച്ചാൽ ലോകമാകെ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലായിരിക്കുമെന്നും ഉറപ്പാണ്. അമേരിക്ക പ്രകോപനങ്ങൾ തുടർന്നാൽ എണ്ണവില ഇനിയും ഉയരുമെന്നതിലും ആർക്കും ഒരു സംശയവുമില്ല. ലോകത്തിന് എണ്ണ വേണമെങ്കിൽ ഇറാന്റെ പരമാധികാരത്തെ അമേരിക്ക നിശ്ചയമായും അംഗീകരിക്കേണ്ടി വരുമെന്നു തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുന്നത്.